ഹലോ, ഇതൊരു സോണി ലാപ്ടോപ്പ് ഇന്റൽ സെൻട്രിനോ. ഓക്കെ, എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ കണ്ടീഷനിലൊക്കെ കൊണ്ടുവന്നത് നേരെ കൊണ്ടുവന്നതാണ്. സ്ക്രൂ ഒക്കെ അഴിച്ച് കുറച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് എൻ്റെ ഹീറ്റ് സിങ്കും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇരിക്കുക ഇതിൻ്റെ അകത്ത് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാൻ കേട് വന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ലീഫ്, ഇതാണ് എൻ്റെ സംഭവങ്ങളെല്ലാം. രണ്ട് സംഭവങ്ങൾ. അപ്പോൾ ഇത് ഇത്രയും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ ലീഫ് മാത്രം ഈ സംഭവം മാത്രം പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ അതേ ശബ്ദം ഉണ്ടാവും എൻ്റെ അത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം ഇതും വന്ന് ഇളക്കിയെടുത്തിട്ട് വേറൊരു ഫാന് അറേഞ്ച് ചെയ്തു. എൻ്റെ ഏകദേശം സൂട്ടാവുന്ന പ്രതീക്ഷ, ഏകദേശം സൂട്ടാവും. പിന്നെ എൻ്റെ വയർ കണക്ഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്, സൂട്ടബിളാണ്. ഇനി അഥവാ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ആയ വോൾട്ടേജ് നോക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ ഫാൻ വർക്ക് ചെയ്തോളും. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഫാനായി. കാരണം എൻ്റെ സോണി ലാപ്ടോപ്പിൻ്റെ ഫാൻ ഇപ്പോൾ കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ഫാനിങ്ങനെ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹീറ്റ്സിങ് എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് പുറത്തേക്ക് പോയിക്കോളും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടിയാലോ. ഓക്കെ, നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, അന്ന് കറക്റ്റ് ചെയ്യട്ടെ. അതാണ് ഫാൻ. ഇതിൻ്റെ അകത്ത് എൻ്റെ വയർ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ വയർ പോകുന്നത്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് മോട്ടർ കറക്റ്റായിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ട് അത്യാവശ്യം വെച്ചിട്ട് കറക്കിയൊക്കെ തട്ടുണ്ടോ ഇല്ലെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹോട്ട് ഗ്ലൂ ഞാൻ ഗണ്ണ് ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ചൂടായി കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊന്ന് സെറ്റാക്കാം. വർക്ക് ചെയ്തോളുന്നാണ് എനിക്ക് പ്രതീക്ഷ. നോക്കാം. ഇങ്ങനെ ചൂടായി ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ചൂട് ഇതിനകത്ത് അമ്പതിന് പ്ലാസ്റ്റിക് ആരും പിന്നെ കുഴപ്പമില്ല. ചെറിയ സമയം കൊണ്ട് അത് സെറ്റായിക്കോളും. എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കവറിങ് എത്രത്തോളം സക്സസ് ആവുന്നതെന്ന് അതിൻ്റെ ഇത് തട്ടാൻ പാടില്ല. ഇതൊന്ന് ഒരയുന്നുണ്ട്. ഇത് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് കുറച്ചുകൂടെ താത്തി വെക്കണം. മനസ്സിലായോ? കുറച്ചും താത്തി വെക്കണ സംഭവം. നമുക്കിത് ഗമ്മ് എടുക്കാം.
ആളുണ്ട് കേട്ടോ. ഓക്കെ, ചൂടുണ്ട് നല്ല. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എങ്ങനെ വെച്ചാലും തടയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ച് കറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വെച്ച് കറങ്ങേണ്ടതാണ്. കറങ്ങുന്നില്ല, കാരണം ഇതിൻ്റെ അല്ലല്ലോ. കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടി കുറച്ച് കുറക്കണം. ഇത്തിരി പണിയാണ്. ലീഫിൻ്റെ സൈസ് ഉണ്ടല്ലോ, കുറച്ച് നോക്കട്ടെ. മറ്റേ ഒറിജിനൽ ഫാൻ്റെ ലീഫ് സൈസ് വണ്ണം കൂടുതലുണ്ട്. ഓരോന്നോരോന്നും ഫാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള തരികിട പരിപാടി കാണിച്ച് ശരിയാക്കുന്നു. സംഭവം വർക്കിംഗ് ആയാൽ പിന്നെ അതിൻ്റെ ഹീറ്റ് കുറക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഭംഗിയാക്കാനുള്ള പരിപാടി ഒന്നുമല്ലല്ലോ. ഉള്ളിലല്ല സംഭവം. ഇപ്പോൾ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്ന പ്രതീക്ഷ. പരിധി വരെ ഉള്ളതൊക്കെ അത്യാവശ്യം ഇതാക്കിയിട്ടുണ്ട്. കോറ് വെച്ച് നോക്കാം, തടയുണ്ടോ ഇല്ലയോ. കുറച്ചും കൂടിയും തടയുന്നുണ്ട്. ഇപ്പം കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്, ചെറിയ പങ്ക മാത്രം തടയുന്നുണ്ട്. അതുകൊണ്ടൊന്നിട്ട് അത് ശരിപ്പെടുത്താം നമുക്ക്. നോക്കട്ടെ. ഇത് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ സക്സസ് ആവുന്ന പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ട്രൈ ചെയ്യുന്നേ ഉള്ളൂ, ശ്രമിക്കുന്നേന്നേ ഉള്ളൂ. വെച്ചോ, ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഏകദേശം ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഇത്തിരി പോണ സൗണ്ട് തോന്നുന്നു. എന്നാലും അതൊന്ന് നോക്കാം നമുക്ക്, അതുകൂടെ നോക്കാം. ഇവിടെ പിടിച്ചു തരുന്നുണ്ട്. സ്ക്രൂ ചെയ്യുമ്പോൾ മാത്രം അത്രയും ടൈറ്റ് ഇല്ല എന്നാണ് തോന്നുന്നു. വേണ്ട, നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഏതാണ്ട് എല്ലാ സ്ക്രൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കാം. നമുക്ക് വെക്കേണ്ടത് ഇങ്ങനെ വരണം. വയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഇത് കൊടുക്കണം. പ്രകൃതി ഇങ്ങോട്ട് ഇങ്ങനത്തെ കൊടുക്കണം. അടുത്ത പരിപാടി
നമ്മൾ വയറിന് ജസ്റ്റ് ഒന്ന് പിരിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. കണ്ടില്ലേ? ഓണാക്കിയിട്ടുണ്ട്. ഓരോരുത്തന്ന് ഫാൻ കറക്കുന്ന സ്പിൻ ചെയ്യുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്പിൻ ചെയ്യും. പിന്നെ അത് ചൂടാവണം, എന്നാലേ പിന്നെ സ്പിന്നാകത്തുള്ളൂ. നോക്കാം. അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട് പ്രോസസ്സർ. ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാൻ കറങ്ങണം. നോക്കാം, വെയിറ്റ് ചെയ്യാം. അധികം ഫാൻ കറങ്ങാതെ ഇനി ചൂടായി കൂടുതലുണ്ടെങ്കിൽ അത് ഓഫായി പോയിക്കോളും. നോക്കാം. അയ്യോ, സ്പിൻ ചെയ്യുന്നുണ്ട്. ചൂടായപ്പോൾ സ്പിൻ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം മനസ്സിലായോ? ഇതിൻ്റെ ഫാന് ഓൾറെഡി ഇതായിരുന്നു ഫാൻ. ഇതിൻ്റെ ലീഫ് പൊട്ടിപ്പോയി. ഞാൻ വെച്ച ഫാന് വേറെ ഒരു ഫാൻ എടുത്ത് ഇങ്ങോട്ട്. ഫാന് കംപ്ലീറ്റ് ഇല്ല, അതിൻ്റെ കവറിങ് ഇല്ല, അതിൻ്റെ മോട്ടർ മാത്രം. ഈ ഒരു സംഭവം മാത്രമാണ് അതിനകത്ത്. വേറെ ഒന്നും എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം വരിക. പിന്നെ സെക്കൻഡ്സ് കാണും, ഇങ്ങനെ വരിക. അതിൻ്റെ അന്ന് എന്ത് ചെയ്യുക, മോട്ടർ ഇത് മാത്രം എടുക്കുക. മോട്ടറും ഫാനും കൂടെ ഉള്ളത് എടുക്കുക. ഫാൻ ഇപ്പം എന്തായാലും വേണമല്ലോ. ചിലർ ഒന്നിച്ചാൽ വരിക, ഒന്നിച്ചെന്ന് പറഞ്ഞാൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇതാണ് അതിൻ്റെ കവറിങ്. ഓക്കെ, ഈ കവറിങ്ങിൽ നമ്മൾ ഈ മോട്ടറിന് പിടിപ്പിക്കുക. പിന്നെ അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. ലീഫ് തടയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ് എൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അത്യാവശ്യം ഒരു ടെക്നിക്കൽ പരിപാടി. ഓക്കെ, വർക്കിംഗ് ആണ്. ഇതൊന്ന് സോൾഡർ ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേ ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.